അമേരിക്കയിലെ ആ ഫേമസ് ഗ്രാൻഡ് കനിയോൺ എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് ട്രാവലേഴ്സിൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് ആണ്. പക്ഷേ അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ചാർജ്, ബഡ്ജറ്റ്, വിസയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാമല്ല. എങ്കിലിതാ അത്രയും പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒട്ടും നിരാശപ്പെടേണ്ടി വരാത്ത ഒരു സ്ഥലമുണ്ട്. നേരെ പാസ്പോർട്ടും ടിക്കറ്റ് എടുത്ത് വിട്ടോ കസാക്കിസ്ഥാനിലേക്ക്. അതും ഇന്ത്യക്കാർക്ക് 14 ദിവസത്തേക്ക് വിസ പോലും വേണ്ടാത്ത രാജ്യം. വെൽക്കം ടു ഷാരിൻ കനിയോൺ, ദ റിയൽ ഗ്രാൻഡ് കനിയൻ ഓഫ് സെൻട്രൽ ഏഷ്യ. ഏകദേശം 90ഓളം കിലോമീറ്റർ നീളത്തിൽ പരന്നു കിടക്കുന്ന പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുതമാണിത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കാറ്റും വെള്ളവും ചേർന്ന് കൊത്തിയെടുത്ത ആ ഭീമാകാരമായ മലയിടുക്കുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും ഹോളിവുഡ് സിനിമയിലെത്തിയതുപോലെ തോന്നും. ഇതിൻ്റെ ആ റെഡ് ആൻഡ് ഓറഞ്ച് കളർ റോക്ക് ഫോർമേഷൻസ് ഉണ്ടല്ലോ, ഇറ്റ്സ് ജസ്റ്റ് അൺബിലീവബിൾ. ഒരു രക്ഷയുമില്ലാത്ത മാസ് ഫീൽ. ഈ ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? വാലി ഓഫ് കാസിൽസ് അഥവാ കോട്ടകളുടെ താഴ്വര എന്ന് വിളിക്കുന്ന ആ വരണ്ട കൂറ്റ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കിലോമീറ്ററുകൾ നമ്മൾ നടക്കും. നടന്ന് ഒടുവിൽ ചെന്നെത്തുന്നത് മനോഹരമായ ഒരു അരുവിയുടെ അടുത്തേക്കാണ്. ഷാരിൻ നദിയുടെ ആ തണുത്ത വെള്ളവും ചുറ്റുമുള്ള പച്ചപ്പും കാണുമ്പോൾ അതുവരെയുള്ള എല്ലാ ക്ഷീണവും മാറും. കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു പെർഫെക്റ്റ് ക്ലൈമാക്സ്. ബട്ട് പിക്ചർ അവിടം കൊണ്ട് തീരുന്നില്ല. ഷാരിൻ കനിയോണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടടുത്ത് തന്നെയുണ്ട് അടുത്ത ഐറ്റം, ബ്ലാക്ക് കനിയോൺ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കറുത്ത പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ശരിക്കും ഒരു ഡാർക്ക് ആൻഡ് മിസ്റ്റീരിയസ് ലുക്ക്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും സീനാകെ മാറി. പെട്ടെന്ന് നല്ല മഴ പെയ്തു തുടങ്ങി. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. കസാഖിസ്ഥാനിലെ സ്പ്രിംഗ് സീസണിൽ എപ്പോൾ വേണമെങ്കിലും വെതർ ചേഞ്ച് ആകാം. പെട്ടെന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് കാനിയോണിൻ്റെ ഉള്ളിലേക്കുള്ള ട്രെക്കിംഗ് എന്ന് പറയുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ്. ചിലപ്പം വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ മുൻനിർത്തി ആ സമയത്ത് ട്രെക്കിംഗ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒട്ടും റിസ്ക് എടുക്കാതെ ആ മലമുകളിൽ സേഫായി നിന്ന് താഴേക്കുള്ള ആ വൈൽഡ് വ്യൂ ആസ്വദിക്കുക എന്നത് മാത്രമാണ്. ആ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, ഇറ്റ്സ് ജസ്റ്റ് ബ്രെത്ത് ടേക്കിംഗ്. പ്രകൃതിയുടെ ഒരു മാസ് കളി.